നമസ്കാരം. മുനമ്പം വിഷയത്തിൽ KM ഷാജി മുനവെച്ച് നടത്തിയ പ്രസംഗം ഒറ്റപ്പെട്ടതല്ല എന്ന് തെളിഞ്ഞു. ഷാജിയുടെ പ്രസംഗം അധിക പ്രസംഗമെന്ന് സാദിഖലി തങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിടത്ത് എല്ലാം അവസാനിക്കും എന്ന് കരുതിയവർക്ക് തെറ്റി. മറുപടി പറയാൻ മാത്രമായി പാർലമെന്റിൽ നിന്ന് ET ഇറങ്ങി വന്നു. ഷാജി പറഞ്ഞത് വസ്തുതയെന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. ലീഗിൽ പതിവില്ലാത്ത കാഴ്ച. തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സമവായത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ സമുദായത്തിന്റെ വികാരം ബലികൊടുക്കപ്പെടുന്നു എന്ന അതൃപ്തിയാണ് ETയിലൂടെ പുറത്തു വന്നത്. പ്രകോപനപരമായി പലതും പറയാറുള്ള ഷാജിയെ അവഗണിക്കാം. അങ്ങനെയല്ല ET. അതോടെ മുനമ്പം വിഷയത്തിൽ ഏറ്റുമുട്ടലിന്റെ മുനമ്പിൽ ലീഗിലെ രണ്ടു പക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥിതിയായി. ET ഇറങ്ങിയതിന്റെ ഭവിഷ്യത്ത് VD സതീശനും ചൂണ്ടിക്കാട്ടിയതോടെ തങ്ങൾ അവസാനത്തെ അടവെടുത്തു. മുനമ്പത്തെ പറ്റി ഇനി ആരും മിണ്ടേണ്ട. പരസ്യ പ്രതികരണത്തിന് വിലക്ക്. അവിടെ അവസാനിക്കുമോ മുനമ്പത്തെ ചൊല്ലിയുള്ള ലീഗിലെ പടലപ്പിണക്കം? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. മുനമ്പത്തിൽ കലഹമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസ്, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് ഹനീഫ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം ചേരുകയാണ്. ആദ്യം ശ്രീ N ശ്രീകുമാർ, മുനമ്പവുമായി ബന്ധപ്പെട്ട് ലീഗിൽ ആപൽക്കരമായ നിലപാടെടുക്കുന്ന ഒരു ചേരി രൂപപ്പെട്ടു എന്ന ആശങ്ക UDF ചെയർമാനുണ്ടോ, കോൺഗ്രസിനുണ്ടോ? ശ്രീ N ശ്രീകുമാർ, ചോദ്യം അങ്ങ് കേട്ടെങ്കിൽ. എന്നോടാണോ? അതെ. ശ്രീ N ശ്രീകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? വേണു എന്നോടാണോ ചോദിച്ചേ? അതെ സർ, അങ്ങയോടാണ്. വേണു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നന്നായി കേൾക്കാം. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അങ്ങയിലേക്ക് തിരികെ എത്താം. അപ്പോഴേക്കത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മുഹമ്മദ് ഹനീഫ, ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ KM ഷാജി പറഞ്ഞതിൽ ഇന്ന് തങ്ങൾ തന്നെ ഇറങ്ങി വന്നൊരു വിശദീകരണം നൽകിയതോടെ അവസാനിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് തൊട്ടു പിന്നാലെ ET വന്നത്? ഇത് വളരെ കൃത്യമാണ് ചോദ്യം. അതിലൊരു പ്രശ്നം, ഇതൊരു മുനമ്പ് ഒരേ സമയം ഒരു സാമുദായിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്, അതിന് പിന്നിൽ അജണ്ടകളുണ്ട് എന്ന് ലീഗും UDFും ആരോപിക്കുന്നുണ്ട്. അതിൽ LDF പൊതുവേയും ഭരണ നേതൃത്വവും അതിൽ ചില മുതലെടുപ്പുകൾക്കുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന അഭിപ്രായമുണ്ട്. അതിനൊക്കെ ഒപ്പം മുസ്ലിം ലീഗും നകത്ത് തന്നെയും പിന്നെ ചില ആഭ്യന്തര രാഷ്ട്രീയവുമായി ഇത് കണ്ണിയേർക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഷാജിയുടെ പ്രസ്താവനയെ അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ ഓൺ ചെയ്യുക. ഷാജി പറഞ്ഞതിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം, ഷാജി ലീഗിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതാണ് ശരിക്കും ലീഗിൻ്റെ നിലപാട്. മുനമ്പ വിഷയത്തിൽ അത് വഖഫ് ഭൂമിയാണ്, വഖഫ് സ്വത്താണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ പൊതുവെ ഈ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം സംഘടനകൾക്കോ അഭിപ്രായ വ്യത്യാസമില്ല. വഖഫ് ഭൂമിയാണ്, വഖഫ് സ്വത്താണ് എന്ന കാര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. അതിൽ പക്ഷേ ഒരു ട്വിസ്റ്റ് വരുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നത് വഖഫ് ഭൂമിയാണ് അല്ല എന്ന കാര്യത്തിലുള്ള വ്യക്തമായ ഖണ്ഡിതമായ ഒരു മുന്നണിയാകുമ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ പല കക്ഷികൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമായി. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ ഭിന്നതയാണ് എങ്കിൽ അതിന് പാകപ്പെട്ട ജനാധിപത്യ സമൂഹമാണ് നമ്മുടേത്. ഭിന്നാഭിപ്രായം എന്ന നിലയിൽ രണ്ടു പാർട്ടികളും രണ്ട് നിലപാടോടെ നിൽക്കുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അവിടെ അവസാനിക്കും. അങ്ങനെയല്ല സാമുദായിക വികാരങ്ങൾ ഉണർത്താൻ കഴിയുന്ന ഒരു വിഷയത്തിലെ ഭിന്നത. അപ്പോൾ അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ ഭിന്നതയേക്കാൾ ആപൽക്കരമാണ് എന്ന് കണ്ടുള്ള ജാഗ്രത ഒരുപക്ഷെ ഇനിയിപ്പോ ഈ പറയുന്ന സതീശൻ കാണിച്ചില്ല. മുൻപ് നരസിംഹറാവു കാണിച്ചിട്ടില്ലല്ലോ. അന്ന് ഈ തീവ്ര നിലപാടാണോ ലീഗ് നേതൃത്വം എടുത്തിട്ടുള്ളത്? ആ നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ തന്നെ ഇരുന്നില്ലേ ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള അഹമ്മദ്? അപ്പോ എന്തുകൊണ്ടാണത്? അന്നത്തെ ആ ജാഗ്രത, പിണറായി ചൂണ്ടിക്കാട്ടുന്നത് പോലെ അന്നത്തെ ആ ജാഗ്രത ഇപ്പോഴത്തെ തങ്ങൾക്കുണ്ടെങ്കിലും തങ്ങളെ അംഗീകരിക്കേണ്ട എന്നൊരു ചേരി രൂപപ്പെടുന്നത് ആപൽക്കരമല്ലേ?
തീർച്ചയായും അങ്ങനെ അതിൽ ആദ്യത്തെ ഭാഗം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നേരത്തെ തന്നെ ഉള്ള അഭിപ്രായങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ. അതേസമയം തങ്ങൾക്കെതിരെ ഇതിൽ ചേരി രൂപപ്പെടുന്നു എന്നത് തീർത്തും തെറ്റാണ്. തങ്ങളുടെ പക്ഷം, തങ്ങളുടെ അഭിപ്രായവും ഇതിൽ ശരിയായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അത് മുനമ്പം മാത്രമല്ല, അതിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് പോലും മുനമ്പം വഖഫ് സ്വത്തല്ല എന്ന നിലപാടെടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങനെയല്ല ഈ കാര്യത്തിനകത്ത് തങ്ങളായാലും കുഞ്ഞാലിക്കുട്ടിയായാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുണ്ട് മുഹമ്മദ് ഹനീഫ. അത് ഈ വിഷയത്തിൽ എന്തിലൂന്നണം എന്തിലൂന്നരുത് എന്നതാണ്. ഒരു കാര്യത്തിൽ ഊന്നിയാൽ, ഇപ്പൊ ഇത് മുനമ്പത്തത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇതേ തർക്കം ഉന്നയിച്ച് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്, അങ്ങേക്കറിയാം. അത് സംഘപരിവാർ ശക്തികളാണ് അല്ലേ? അവർക്ക് ആയുധം നൽകുന്ന ഒരു വാദഗതി ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. അപ്പൊ ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നത് പരമപ്രധാനമാണ്. ആ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പുലർത്തുന്ന ഒരു ജാഗ്രതയുണ്ട്. ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം അങ്ങ് കേട്ട് കാണുമല്ലോ, അത് ഈറ്റിക്ക് എന്തേ ചെവിക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം, അതുപോലെ തന്നെ തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ പറയുന്ന ക്രിസ്തീയ സഭാ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി, അവരാരും പറഞ്ഞിട്ടില്ല ഇത് വഖഫ് ഭൂമിയല്ല എന്ന്. അങ്ങനെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ആ തർക്കം തീർക്കേണ്ടതാണ് ഷാജി. ഇനിയിപ്പോൾ ഷാജി ഒരു അധിക പ്രസംഗിയാണെങ്കിൽ ഈറ്റിയുടെ വിവേകം അവിടെ ഷാജി അടക്കം നിയന്ത്രിക്കേണ്ടതായിരുന്നു. അതിന് പകരം അതിനാക്കം കൂട്ടുന്ന ഒരു നിലപാട് എന്തിന് ഈറ്റി എടുക്കണം? തീർച്ചയായും താങ്കളുടെ ചോദ്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വിശദമായി പറയാൻ അനുവദിക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉയർത്തിയ ഒരേ ഒരാൾ താങ്കൾ സൂചിപ്പിച്ച പോലെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. ക്രിസ്ത്യൻ സഭകൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അതല്ലെങ്കിൽ കോടതിക്കോ വ്യവഹാരങ്ങൾക്കോ സർക്കാരിനോ അന്വേഷണ കമ്മീഷനോ അങ്ങനെ ഒരു തരത്തിലും ആർക്കും ഇത് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ്, വഖഫ് സ്വത്താണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ ഭിന്നതയില്ല. അത് ലീഗിലുമില്ല. ലീഗിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് നമുക്ക് തോന്നുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും അല്ലെങ്കിൽ മറുപുറത്ത് ഷാജിക്കോ ഈട്ടിക്കോ ഈ തങ്ങൾക്ക് പോലുമോ ഇല്ല. മുസ്ലിം ലീഗിനകത്ത് ആർക്കും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്റെ ചോദ്യം അതൊന്നുമല്ലല്ലോ, ഊന്നൽ എവിടെ ഊന്നുന്നു? തീർച്ചയായും എന്നതാണ് പ്രധാനം. തീർച്ചയായും ഊന്നലിലേക്കാണ് ഞാൻ വരുന്നത്. ആ ഊന്നൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു സ്വീകാര്യത ഉണ്ട്. ആ പൊതു സ്വീകാര്യത എന്നത് മത സൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെ അത് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അവർക്കിടയിൽ സമവായങ്ങൾ ഉണ്ടാക്കി അതിൽ ഒരേ സമയം രണ്ട് പ്രശ്നം. അത് ഒന്നാമത്തെ കാര്യം, ഇത് വഖഫ് ഭൂമിയല്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എന്നത് നിയമപരമായ ഒരു പ്രശ്നമാണ്. വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയും. തീർച്ചയായും അപ്പോഴാണ് അതിന്റെ നിയമപരമായ സാധ്യതകൾ നിലനിൽക്കുന്നത്. കാരണം ഒന്നാമത് ഇതിപ്പോ ഈറ്റി പറഞ്ഞാലും തങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഈ അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന നിയമപരമായ സാഹചര്യം അവിടെ അങ്ങനെയാണ് നിൽക്കുന്നുണ്ട്. അത് സജീവമായി പരിഗണിക്കപ്പെടും. മേലിൽ കോടതിയായാലും ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനായാലും. ഈറ്റി പറഞ്ഞതുകൊണ്ടോ തങ്ങൾ പറയാതെ പോകുന്നത് കൊണ്ടോ ഇതൊന്നും കോടതിയിൽ എത്താതിരിക്കും, ഇതൊന്നും ജുഡീഷ്യൽ കമ്മീഷനിൽ എത്താതിരിക്കും എന്ന നിലപാട് വേണ്ട. അങ്ങനെ ഈ പറയുന്ന നിയമപരമായൊരു വ്യക്തത ഈ കാര്യത്തിൽ ഈ അഭിപ്രായ പ്രകടനം നടത്തിയില്ലെങ്കിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകും, ആ അവസരം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് ചൂണ്ടിക്കാട്ടേണ്ടതില്ല ഈ വിഷയത്തിൽ. ഇവിടെ ഏറ്റവും പ്രധാനം രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു. ആ രാഷ്ട്രീയ പാർട്ടികൾ ഇനി സമുദായ നേതൃത്വവുമായി, ഇപ്പോൾ ക്രിസ്തീയ സമുദായ നേതൃത്വമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നതെങ്കിൽ അവരതിൽ പുലർത്തുന്ന മനോഭാവം എന്ത്? ഇതൊക്കെയാണ് പ്രധാനം. അതല്ലാതെ ഇരുകൂട്ടരും നേർക്കുനേർ നിന്നുകൊണ്ട് തർക്കിച്ചാൽ തീരുന്നതല്ല. ഇരുകൂട്ടരും ഇനി സമവായത്തിലെത്തിയാലും ഈ വിഷയം കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പോഴും അത് തീർപ്പാകുന്നില്ല. പിന്നെ എന്താണ്? പരസ്പരം പോരടിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകരുത്. മറുഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഇപ്പോൾ. അത് താങ്കൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ തങ്ങളുടെ ഇടപെടലിന്റെ ഗുണഫലം അപ്പുറത്തെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. തങ്ങളുടെ ചേരിയിൽ നിന്നാണ് അത് ഉണ്ടാകാതിരിക്കുന്നത്. അത് ലീഗ് നേതൃത്വം അണികളെയും ഈ തങ്ങളല്ലാത്ത കുഞ്ഞാലിക്കുട്ടി അല്ലാത്ത മറ്റ് നേതാക്കളെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ തന്നെ തുനിയേണ്ടതുമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങയുടെ അവസരം പോകില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോ ഈ ലീഗിൽ രണ്ടു ചേരി രൂപപ്പെട്ടിരിക്കുന്നത് മുനമ്പത്തെ പ്രശ്നങ്ങളെ സങ്കീർണമാക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വേണു, വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് ഇന്നലെ ഇന്നുമായിട്ട് കേരളം കേട്ടുകൊണ്ടിരുന്നത്. അതായത് കേരളത്തിൻ്റെ സർക്കാർ പാർലമെന്റിൽ 3 തവണ 1952-ലും 95-ലും 2013-ലും പാസ്സാക്കിയ ഒരു നിയമത്തെ മറികടക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് സാധിക്കത്തില്ല. എങ്കിലും കോടതിയെ സമീപിച്ച് ആ പ്രശ്നം പരിഹരിച്ച് ഏതെങ്കിലും രീതിയിലെ പ്രശ്നം പരിഹരിച്ച് മുനമ്പത്തെ ജനങ്ങളെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ കേരള സർക്കാർ സമരസമിതിയിലെ ബഹുമാനപ്പെട്ട പുരോഹിതരും മറ്റുള്ളവരുമായിട്ടും
കേരളത്തിലെ എല്ലാ മുഖ്യ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് സംസാരിക്കുകയും അതനുസരിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുകയും 3 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കുകയും 2 ദിവസത്തിനുള്ളിൽ ഈ കരമടയ്ക്കാനുള്ള അനുമതി വീണ്ടും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സ്വീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം എടുത്ത നിലപാട് കേരളത്തിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് തുല്യമായിപ്പോയി. അതായത് അത് പറയാൻ കാരണമുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും ഈ ബഹുമാനപ്പെട്ട നമ്മുടെ പൊയ്ക്ക കുഞ്ഞാലിക്കുട്ടിയുടെ കോഴിക്കോട് മുഴുവൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ച് അതിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ 17 ബിഷപ്പ്മാരടങ്ങുന്ന സംഘവുമായിട്ട് ചർച്ച ചെയ്ത് അത് ഒരു ഒത്തുതീർപ്പിൻ്റെ വക്കിലേക്ക് എത്തി. അത് എങ്ങനെയാണ് ഇനി നിയമപരമായിട്ട് മറികടക്കാൻ പറ്റുന്നത്, അവരെ സുരക്ഷിതരായിട്ട് തന്നെ അവിടെ താമസിപ്പിക്കാനുള്ള ആശയം രൂപീകരണം നടത്തുകയും അതനുസരിച്ച് ആ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പാലക്കാട് തെരഞ്ഞെടുപ്പിന് 2 ദിവസം പ്രഖ്യാപിച്ചത് കേരള ആശ്വാസത്തോടുകൂടിയാണ് കേട്ടത്. അതിലുപരിയായിട്ട് മുൻപത്തെ വേദന അനുഭവിക്കുന്ന തങ്ങളുടെ സ്വത്ത്, തങ്ങൾ നിയമപരമായിട്ട് ക്രമേക്രമങ്ങളോട് നേടിയെടുത്തൊരു സ്വത്ത് കൈവിട്ടു പോവുകയല്ല, തങ്ങൾക്ക് ആശ്രയം ലഭിക്കും, തങ്ങളെ സംരക്ഷിക്കും എന്നുള്ളൊരു ആശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആ സമരസമിതി നേതാക്കൾ തന്നെ പറഞ്ഞു, സർക്കാരിനെടുത്തിരിക്കുന്നത് മുൻകൈ ഞങ്ങൾക്ക് താല്പര്യമാണ്, വളരെ സന്തോഷത്തോടെ തങ്ങൾ അംഗീകരിക്കും, തങ്ങളതിന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ അപക്വമായ നിലപാട് തങ്ങളുടെ പരമോന്നത നേതാവായ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെയും അവരുടെ രാഷ്ട്രീയ നേതാവും കേരളം ആദരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് KM ഷാജിയുടെ വാക്കുകളുടെ ഒരു അപക്വമെന്നും നിങ്ങൾ പറയണ്ട. KM ഷാജിക്ക് ആ നേതൃത്വത്തെ, പരമോന്നത നേതൃത്വത്തെ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? തീർന്നില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ KM ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം? UDF-നകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ UDF-ന്റെ നേതാക്കൾ ആ മുൻപത്തെ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയല്ലേ? ഇനി പ്രതിപക്ഷ നേതാവിലേക്ക് വരാൻ ഒരു സെന്റൻസ് പറയാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പരസ്യപ്രസാദം നടത്തി മുനമ്പം വഖഫിന്റെ സ്ഥലമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം ശബരിമലയിൽ ഈ 2 വ്യക്തി ഈ മുസ്ലിം ലീഗ് വന്നിരിക്കുന്ന കേരള ആശങ്കയോട് കേട്ടിരിക്കുന്ന ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താ? ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വമായിട്ട് ആലോചിച്ചിട്ടാണ് ഈ പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയേ, കേരളം അതായത് രാഷ്ട്രീയത്തിനതീതമായിട്ട് ആദരവോടെ കാണുന്ന പാണക്കാട് തങ്ങളുടെ വാക്കുകളെ അതും തീക്കൊള്ളിയിൽ തലയ്ക്ക് എന്താ പറയുക ചൊറിയുന്നത് പോലെ കേരളത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷത്തിനെ തകർക്കുന്ന പോലെ KM ഷാജി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ലൂസ് ടോക്കർ എന്ന് പറയും. ലൂസ് ടോക്കർ ഒന്നും അല്ല. പലതവണ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനെയും വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്തി കേരളത്തിനെ ഞടുക്കിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപക്വമായിട്ട് സംസാരിച്ചിട്ടുള്ള നേതാവ് ഒറ്റയ്ക്കല്ല. അതിപ്പോൾ തെളിഞ്ഞില്ലേ? അതല്ല ET മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളിലൂടെ തെളിയിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടോ? പാണക്കാട് തങ്ങളെ പോലുള്ള ഒരാൾ, അതുപോലെ തന്നെ കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറെ സംഭാവന ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടി പോലുള്ള സാഹിബിനെ പോലെ ഒരു വ്യക്തിക്ക് ഇന്ന് ഈ 2 പേരെ തള്ളിക്കളയേണ്ടി വന്നിട്ടില്ലേ? ലീഗിന്റെ ചരിത്രത്തിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? വിഷയം എന്താണ്? രാഷ്ട്രീയമല്ല. വിഷയം ഏതാണ്ട് 610 വീട്ടുകാരുടെയും 3000-3500ഓളം വരുന്ന മനുഷ്യരുടെയും ജീവൽ പ്രശ്ന. അത് സഹോദര തുല്യമായ സ്നേഹത്തോടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആ മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കി കേരളത്തിലെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനകത്തെ ഈ പറയുന്ന വിഘടന ശക്തികളാണെന്ന് കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സിൽ ഇവരാരെന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന വേണു. അതാണ് നമ്മളിതുണ്ട്. ഇനി ഒന്നുകൂടെ പറയാം, ഈ നിയമം കൊണ്ടുവന്നാരാ? ഈ നിയമം കൊണ്ടുവന്ന് കോൺഗ്രസ് സർക്കാരാണ്. ഇവിടെ BJPക്കും RSSനും കാസ പോലുള്ള വർഗീയ ശക്തികൾക്കും ബലം കൊടുക്കുന്ന രീതിയിൽ ഇവിടെ വർഗീയ ഭിന്നിപ്പ് കൊണ്ടാക്കി കേരളത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടിയുള്ള അവസരങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ KM ഷാജി, ET മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത്? അതൊരു പാർലമെന്റ് മെമ്പറല്ലേ? അദ്ദേഹത്തിന് നേതൃത്വം മുഴുവൻ മുസ്ലിം സംഘടനകൾ അവർ തന്നെ പറഞ്ഞ ആലോചിച്ചെടുത്തൊരു തീരുമാനം. ആ തീരുമാനം മുൻപത്തെത്തി അവിടുത്തെ ബിഷപ്പ് ഹൗസിൽ വെച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതിനെതിരെ ഘടകവിരുദ്ധമായിട്ടൊരു പ്രസ്താവനയായിട്ട് വരുമ്പോൾ നമ്മൾ ആലോചിക്കണം. 600-ഓളം വരുന്ന കുടുംബക്കാരുടെ മനസ്സിലാണ് ഇവർ തീ കോരിയിട്ടിരിക്കുന്നത്. കേരള സമൂഹം ഞാൻ ചോദിക്കുന്നത് കേൾക്കാം. ശ്രീ N ശ്രീകുമാർ, ഈ ലീഗിനകത്ത് ഇങ്ങനെ ഒരു ചേരി രൂപപ്പെട്ടിരിക്കുന്നു, അത് ഔദ്യോഗിക നിലപാടല്ല എന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും ഇനി തങ്ങൾ തന്നെ ഇനി ഈ വിഷയത്തിൽ ആരും പ്രതികരിക്കേണ്ട എന്ന് ലീഗിലെ മറ്റു നേതാക്കന്മാർക്ക് വിലക്കേർപ്പെടുത്തിയാലും ഷാജി ഉണ്ടാക്കിയ പ്രതികരണത്തെക്കാൾ 10 മടങ്ങ് ആഘാത ശേഷിയോടെ ഇന്ന് തങ്ങളെ അടക്കം വെല്ലുവിളിച്ച് ഈ വിഷയത്തിലെടുത്ത നിലപാട് അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ചെയ്യില്ലേ UDF-ന്? അല്ല വേണു, ഇതിൽ UDF-ന് ദൂഷ്യഫലങ്ങൾ ചെയ്യില്ല. കാരണം UDF-ന്റെ തീരുമാനമാണ് പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും പറഞ്ഞത്. ET മുഹമ്മദ് ബഷീർ KM ഷാജി ഒരു പൊതുയോഗത്തിൽ ഒരു അവരുടെ പാർട്ടി യോഗത്തിൽ പറഞ്ഞതായിട്ടാണ് പുറത്തു വന്നത്. ET മുഹമ്മദ് ബഷീർ പത്രലേഖകരോടാണ് പറഞ്ഞത്. ET മുഹമ്മദ് ബഷീർ മുമ്പും പ്രത്യേകിച്ച് ഫലസ്തീൻ വിഷയത്തിലും
അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ CPM ക്ഷണിച്ചപ്പോൾ അതിനനുകൂലമായിട്ട് പറഞ്ഞ ഒരാളാണ് ഇ ടി പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ അഭിപ്രായം പറയണമെന്ന് വെച്ചാൽ പറയുന്നത് ശരിയല്ല. കാരണം വഖഫ് ബോർഡ് വിഷയത്തില് പ്രതിപക്ഷം ഒരു നിലപാടെടുത്തു, UDF ഒരു നിലപാടെടുത്തു. നിലപാടില്ലാതെ ഇടതുമുന്നണി നിൽക്കുകയാണ്. ഇവിടെ ശ്രീ റെജു ലൂക്കോസ് വല്ലാതെ വികാരം കൊണ്ട് സംസാരിച്ചു. അദ്ദേഹം ജനയുഗത്തിന്റെ മുഖപ്രസംഗം ഒന്ന് വായിച്ചു നോക്കണമായിരുന്നു. ജനയുഗം നവംബർ രണ്ടാം വാരത്തിൽ ഒരു മുഖപ്രസംഗം എഴുതി. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയിട്ടുണ്ട്, കോൺഗ്രസിനെയും പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ CPM മാത്രമേ പുകഴ്ത്താത്തതുള്ളൂ. അതുകൂടെ റെജി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെ CPM തന്നെ ഡസൻ കണക്കിന് അഭിപ്രായങ്ങൾ മാറിയും മറിഞ്ഞും വരുന്ന ഈ കാലത്ത് മുസ്ലിം ലീഗിനെ പോലെയുള്ള ജനാധിപത്യ രാഷ്ട്രീയ കക്ഷിയില് അഭിപ്രായങ്ങൾ വരും. പക്ഷെ പറയാൻ പാടുന്നോ എന്ന് ചോദിച്ചാൽ പാടില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് പരസ്യ പ്രസ്താവന പാടില്ലെന്ന് പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ടത് UDF അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വേണോ. കാരണം ഒരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു പത്രലേഖകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, UDF അടിയന്തരമായിട്ട് ഒരു യോഗം ചേർന്നിട്ട് ഇക്കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് അവർ പറയണം. ഇതിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ UDFന്റെ നിലപാടാണ്. കാരണം UDF ചെയർമാനാണ് അദ്ദേഹം. പക്ഷെ UDFന്റെ യോഗം ചേർന്നിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. ഇതിപ്പോ ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിട്ട് അവരത് കൈയൊഴിച്ചിരിക്കുകയാണ്. വഖഫ് ഭൂമിയെ സംബന്ധിച്ച് ആദ്യമേ അല്ലല്ല, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന പരമപ്രധാനമായ ആവശ്യം എന്ന് പറയുന്നത് സർവകക്ഷി യോഗം വിളിക്കണമെന്നായിരുന്നു. അപ്പോൾ അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ ചെവിക്കൊള്ളുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഏകാഭിപ്രായത്തിലേക്ക് എത്തുക എന്ന മാതൃകാപരമായ ഉത്തരവാദിത്തത്തിലേക്ക് ഈ സർക്കാർ കടക്കുമെന്ന് കരുതാമായിരുന്നു. അതല്ല അവരുടെ ഉദ്ദേശമെന്ന് അങ്ങേക്കും വ്യക്തമാണ്. അപ്പോൾ കത്തിലൂടെ ഇത് അറിയിക്കേണ്ടതുപോലുമല്ല. ഇത്തരമൊരു വിഷയം വരുമ്പോൾ ഇത്രയും സാമുദായികമായ ധ്രുവീകരണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്വമേധയാ തന്നെ സർവകക്ഷി യോഗം വിളിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഈ 8 കൊല്ലം എത്ര സർവകക്ഷി യോഗങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതിൽ വിളിക്കണം ഏതിൽ വിളിക്കേണ്ട എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് ഇതിൽ വിളിക്കാതിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ആ കാര്യം ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടും അത് അവഗണിക്കുന്നത് യാദൃച്ഛികമല്ല, അതിലൊരു ദുഷിച്ച താല്പര്യമുണ്ട്. അതിലേക്ക് വരാം. അതിനു മുൻപ് അങ്ങയോടൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറയുന്ന UDF ഇതിൽ എല്ലാവരും ചേർന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം, സർവകക്ഷി യോഗം അടക്കം വിളിക്കാൻ പറയണമെന്ന് അങ്ങ് ആവശ്യപ്പെടുന്നതിന് തൊട്ടു മുൻപ് UDF ചെയർമാൻ ഒരു നിലപാട് പറയുന്നത് മുന്നണിയുടേത് തന്നെ എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സതീശനില്ലായിരുന്നോ? സതീശൻ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത് വഖഫ് ഭൂമിയല്ല എന്ന അന്തിമ തീർപ്പ് പറയുന്നത്? അദ്ദേഹം അതിന് പറയുന്ന ന്യായം 2 കോടതി വിധികൾ ഉണ്ട് എന്നതാണ്. കോടതി വിധികൾ ചോദ്യം ചെയ്യപ്പെടാം. ഇപ്പൊ 91 കോടതി വിധി ഇപ്പൊ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയല്ലേ സുപ്രീം കോടതിയിൽ. അപ്പോൾ അതല്ല ഒരു അന്തിമ വാക്കായി UDF ചെയർമാൻ എന്ന നിലയിൽ തന്റെ വാദത്തിന് പിൻബലമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീർപ്പിലെത്തിച്ചു സതീശൻ ഈ കാര്യം? അതുകൊണ്ടല്ലേ ഈ അവസരങ്ങൾ ഉയർന്നത്? അല്ല, അതായത് പ്രതിപക്ഷ നേതാവ് UDF പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ അസംബ്ലി മാത്രം കണ്ടാൽ മതി. പുറത്ത് അദ്ദേഹം UDFന്റെ ചെയർമാനാണ്. UDFന്റെ ചെയർമാൻ പറഞ്ഞ തീരുമാനത്തെ സാദിഖലി തങ്ങൾ എതിർത്തിട്ടില്ല, PK കുഞ്ഞാലിക്കുട്ടി എതിർത്തിട്ടില്ല, RSP എതിർത്തിട്ടില്ല, ഒരു ഘടകകക്ഷി എതിർത്തിട്ടില്ല. മുസ്ലിം ലീഗിലെ 2 നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുള്ളത് ശരിയാണ്. ആ അഭിപ്രായത്തെ മുസ്ലിം ലീഗ് നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇതിലെ പ്രശ്നം. അങ്ങ് പറയുന്നത് ലീഗിന്റെ ഒരു പരിമിതമായ വൃത്തത്തിൽ മാത്രമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിലെ അഭിപ്രായ ഭിന്നതയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. അവിടെയാണ് ഇന്ന് സതീശൻ ഈ ശബരിമലയിൽ വെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നത് ഇത് ഒരു കെണിയാണ്, സംഘപരിവാറിന്റെ കെണിയാണ്, അതിൽ പോയി വീഴരുത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ പരസ്പരം പാലൂട്ടി വളർത്തുകയാണ്. ഒരു കൂട്ടർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ മറ്റൊരു കൂട്ടർ വേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ പരസ്പരം സന്ധി ചെയ്യും. ഈ ആപൽ സൂചനകളൊക്കെ VD സതീശൻ നൽകുന്നത് ഈറ്റിയുടെ പ്രതികരണത്തിന് ശേഷമാണ്. അപ്പോൾ തങ്ങൾ പറയുന്നതും കുഞ്ഞാലിക്കുട്ടി പറയുന്നതുമാണ് അവസാനത്തെ വാക്ക്. അതുകൊണ്ട് ഈറ്റി പറയുന്നതൊന്നും ഗൗനിക്കേണ്ട എന്ന് പറഞ്ഞ് നിരാകരിക്കാൻ കഴിയുന്നതല്ല ഇതുണ്ടാക്കുന്ന സാമുദായിക പ്രത്യാഘാതം. ആ മുന്നറിയിപ്പ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശക്തമായ നിലപാട് ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന സതീശന്റെ വാക്കുകളിൽ അങ്ങ് കാണുന്നില്ലേ ശ്രീകുമാർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇത് വേണം ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ വിശദമാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെയുള്ള 800 കുടുംബത്തില് ഭൂരിപക്ഷ കുടുംബങ്ങളുണ്ട് കുറച്ച് പേര്. അല്ലാണ്ട് ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമായിട്ട് മാറുന്നതല്ല. ഇത് എങ്ങനെയാ ക്രിസ്ത്യൻ മുസ്ലിം വിഷയമായിട്ട് മാറുന്ന ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടല്ലേ? ഇതെന്തായാലും കേരളത്തിലെ തുടർച്ചയായി എന്തിന് VD സതീശൻ പറയണം ഇത് വഖഫ് ഭൂമിയല്ല എന്ന് നിരന്തരം എന്തുകൊണ്ട് അദ്ദേഹം ആവർത്തിക്കണം? അല്ല, ഞാൻ പറയട്ടെ, അതായത് ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് മുസ്ലിം നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. കാരണം ഈ ചാനൽ ചർച്ചകൾ ആദ്യം വന്നപ്പോൾ ചില മുസ്ലിം സമുദായത്തിന്റെ പ്രമുഖർ പറഞ്ഞത് ഇത് ഗിഫ്റ്റായി കിട്ടിയ ഗിഫ്റ്റ് ഡീഡ് എന്നാ പറഞ്ഞത്, ഗിഫ്റ്റായി കിട്ടിയതാണ്. പിന്നീടാണ് എന്നതല്ല ചോദ്യം. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ആവർത്തിച്ച് VD സതീശൻ പറയുന്നത് എന്തുകൊണ്ട്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, VD സതീശൻ പറയുന്ന
ഇത് കോൺഗ്രസും ലീഗും ഒരുപാട് കക്ഷികൾ ചേർന്നാണല്ലോ UDF. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വേണു കേട്ടില്ല, UDF ഒരു യോഗം ചേരണം ഇപ്പോൾ. UDF ഒരു യോഗം ചേർന്നിട്ട് ഒരു ഖണ്ഡിത തീരുമാനം എന്ന് വെച്ചാൽ അത് ഘടകകക്ഷി നേതാക്കൾ സാധാരണ നിയമസഭയിലെ അല്ല, അപ്പൊ അങ്ങ് പറഞ്ഞതിൽ നിന്ന് അങ്ങ് പിൻവാങ്ങുകയാണോ? അങ്ങ് തന്നെ നേരത്തെ പറയുകയുണ്ടായി തങ്ങൾ പറയുന്നതും കുഞ്ഞാലിക്കുട്ടി പറയുന്നതുമാണ് അന്തിമ തീരുമാനമെന്ന്. ഇപ്പോൾ RSP അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഇതിൽ ഭിന്നാഭിപ്രായവുമില്ല. ആകെ ഈ ഭിന്നാഭിപ്രായമായി കേൾക്കുന്നത് ഈ പറയുന്ന ഷാജിയുടെ, അതുപോലെ നീറ്റിയുടെ, മുനീറിന്റെ, മജീദിന്റെ ഒക്കെ ശബ്ദങ്ങളാണ്. അത് ലീഗിന്റെ ഔദ്യോഗികമായ ഒരു ഭാഷ്യമായി ആരും അംഗീകരിക്കാതിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് UDF യോഗം? എന്ന് വെച്ചാൽ ഈ ET അടക്കമുള്ളവർ പറയുന്നത് പ്രസക്തമാണ് എന്ന് വരുന്നതിന് തുല്യമല്ലേ അത്? അങ്ങനെ വരുമ്പോ പിന്നെ തങ്ങളുടെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന്റെ വില എന്താണ്? അല്ല വേണു, അതിന്റെ അല്ല. ഒരു രാഷ്ട്രീയ കക്ഷികളെ വ്യത്യസ്ത നേതാക്കൾ അഭിപ്രായം പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായത് അത് കൂടി വരുന്നുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിലെ സംശയം ഞാൻ പറഞ്ഞു തീരുമ്പോഴത്തേക്കും വേണ്ടി ചോദിച്ചുകൊണ്ടാ. ഇതൊരു പൊതു വിഷയമായിട്ട് നമ്മൾ ഇതുവരെ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു മുൻപത്തുള്ള ഒരു വിഷയമാണ്. അത് വിഷയം ഗൗരവമുള്ളതാണ്. നോക്കൂ, അന്ന് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തല്ലേ മുനമ്പത്തെ നമ്മുടെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസംഗം നടത്തിയത്? പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറിയിട്ട് വേണമെങ്കിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പിറ്റേന്ന് പാലക്കാട് നിന്നും ഓടിയെത്തിയ സ്ഥാനാർത്ഥിയായ BJPയുടെ കൃഷ്ണകുമാറല്ലേ? അദ്ദേഹം ആ മുനമ്പ സമരപന്തലിൽ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പിറ്റേന്ന് പോയി. പക്ഷെ അത് അവിടെ പ്രതിഫലിച്ചില്ല. അവിടെ പാലക്കാട്ട് പ്രതിഫലിച്ചില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ ആ വിഷയം അവിടെ വേണ്ട രീതിയിൽ അവരടുത്ത കാര്യങ്ങൾ കാണേണ്ടത്. അതേപോലെ തന്നെയാണ് പാമ്പ്ളാൻ ഈ വിഷയത്തിൽ സാമുദായിക ധ്രുവീകരണത്തിന് ചില ശക്തികൾ ഇടപെടുന്നു എന്ന മുന്നറിയിപ്പും നൽകിയത്. അതുകൊണ്ട് ഒരു ഭാഗം മാത്രമായി കാണരുത്. പല പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അതല്ല ചോദിക്കുന്നത്. അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ ഈ പറയുന്ന EK അതുപോലെ AP വിഭാഗങ്ങളിലും ചില ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. നാം ആ ഗണത്തിലേക്കല്ല ഇപ്പോൾ ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് VD സതീശൻ ആവർത്തിച്ചു പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല എന്ന്? അത് തുടർച്ചയായി പറഞ്ഞത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന ഷാജി അടക്കമുള്ളവർക്ക് പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ലേ? ET അടക്കമുള്ളവരെ ഇങ്ങനെ അതിർകടന്ന് പ്രതികരിക്കാൻ നിർബന്ധിച്ചത് ആവർത്തിച്ചുള്ള VD സതീശന്റെ നിലപാടല്ലേ? വേണു, ഒരു UDF യോഗം ചേർന്നാൽ VD സതീശൻ വ്യക്തമായി വിശദീകരിക്കാൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ UDF യോഗം ചേർന്ന് പരസ്പരം തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് നാം ഇപ്പോൾ അന്വേഷിക്കുന്നത്. പൊതുമണ്ഡലത്തിൽ ആവർത്തിച്ച് ഇതിനൊരു തീർപ്പ് കൽപ്പിച്ച സതീശന്റെ നിലപാടിന്റെ അടിസ്ഥാനം എന്താണ് എന്നതാണ്. അങ്ങയുടെ ബോധ്യം അതേപ്പറ്റി പറഞ്ഞാൽ മതി. അല്ല, ഇത് വഖഫ് ഭൂമിയാണോ അല്ല വെച്ചാൽ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതിന്റെ തെളിവുണ്ടെന്നാണല്ലോ ഇതെല്ലാ മുസ്ലിം നേതാക്കളും പറയുന്നത്. പക്ഷെ ആ വഖഫ് ഭൂമി ആകുമ്പോൾ തന്നെ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അച്യുതാനന്ദൻ വെച്ച കമ്മീഷൻ തീരുമാനം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ഭൂരിപക്ഷവും ഉണ്ട്, ന്യൂനപക്ഷവും ഉണ്ട്, മുസ്ലിം സമുദായം എല്ലാവരും ഉണ്ട്. അവർക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? അത് തീർക്കണമെങ്കിൽ നമ്മൾ തപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറയുന്നത്. സർവകക്ഷി യോഗം വിളിക്കുന്നതിന് മുമ്പ് വേറെ ഈ പറഞ്ഞതുപോലെ UDF എന്തെങ്കിലും ഭിന്നതയുണ്ടോ? ആ ഭിന്നതയുണ്ടെങ്കിൽ UDF ചർച്ച ചെയ്യട്ടെ, UDF അഭിപ്രായം തുറന്നു പറയട്ടെ. എന്നിട്ടൊരു ഐകകണ്ഠ്യേനയുള്ള ഒരു തീരുമാനം വരുമ്പോഴാണ് UDFന്റേതായ തീരുമാനം വരുന്നത്. അപ്പൊ ഈ സംശയങ്ങളെല്ലാം തീരും. ഇപ്പൊ ഷാജി പറഞ്ഞതോ ബഷീർ പറഞ്ഞതോ VD സതീശനും ബാധകമാണ്. അല്ലല്ല, അങ്ങനെയെങ്കിൽ താങ്കൾ ഈ പറയുന്ന കാര്യം VD സതീശനും ബാധകമാണ്. ഒരാൾ അന്തിമമായി തീർപ്പ് കൽപ്പിച്ച നിലയെടുത്തിരിക്കുന്നത് VD സതീശനാണ്. അതാണ് പിന്നെ തുടർ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് യോജിച്ച് UDF എത്തേണ്ടതുണ്ട്, അവസാനമായി ഒരു ഏകകണ്ഠ അഭിപ്രായത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ VD സതീശൻ ചാടിയെന്ന് അങ്ങും ഭംഗേന്ദ്രേണ സമ്മതിക്കുന്നതിന് തുല്യമല്ലേ അത്? അല്ലല്ല, VD സതീശൻ അങ്ങനെ ചാടി പറഞ്ഞൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ഒരു വിഷയത്തെ പഠിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയം കത്തി ജ്വലിക്കാതിരിക്കണം, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ കത്തി അല്ലല്ല, ഇവിടുത്തെ പ്രശ്നം ആ ഊന്നൽ അതിന്റെ സതുദ്ദേശത്തെ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു ശ്രീ ശ്രീകുമാർ. ആ ഊന്നൽ തങ്ങളും നൽകുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടിയും നൽകുന്നുണ്ട്. ഒപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയ മതപുരോഹിതരും അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നില്ല. അത് വഖഫ് ഭൂമി ആണ് എന്നതിൽ ഞങ്ങൾക്ക് പാർട്ടിക്കകത്തും ഭിന്നാഭിപ്രായമില്ല. പക്ഷേ ഇപ്പോഴത്തെ അടിയന്തര പ്രശ്നം അത് വഖഫ് ആണോ അല്ലയോ എന്നതല്ല, കുടിയിറക്കണോ വേണ്ടയോ എന്നതാണ്. അതിൽ കുടിയിറക്കരുത് എന്ന നിലപാടാണ് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പിന്നെ സഭയും ആ നിലപാടിനോട് സൗഹാർദ്ദത്തോടെ ഇണങ്ങുന്നതല്ലേ നാം കണ്ടത്. അപ്പോൾ അതിന് പ്രധാനം എന്താണ്? വഖഫിൽ ഊന്നിയില്ല എന്നതാണ്. സതീശൻ ചെയ്തൊരു കുഴപ്പം എന്താണ്? വഖഫിൽ മാത്രമായി ഊന്നി എന്നതാണ്. വേണു, ഞാൻ പറഞ്ഞ വേണു മനസ്സിലാവുന്നില്ലേ? ഇത് സതീശൻ പറഞ്ഞ കാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല, തർക്കമുണ്ടോ? സതീശൻ പറഞ്ഞ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞതിൽ തർക്കമുണ്ടോ?
എങ്കിൽ അത് UDF ചർച്ച, നമ്മൾ LDF ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പറഞ്ഞ പോലെ അപ്പോ UDFന്റെ യോഗം വിളിക്കട്ടെ. ഈ വിഷയം ഒരു കാര്യം ചെയ്യൂ, UDF ആദ്യം ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലൊക്കെ എത്തട്ടെ, എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാം സർവകക്ഷി യോഗം വിളിക്കാൻ. കാരണം ഒരു മുന്നണി എന്ന നിലയിൽ കൂട്ടുകക്ഷികൾക്കിടയിൽ തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരേണ്ടതാണ് എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിക്കാത്തതിന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവിടെ ഇന്ന് അല്ലല്ല അങ്ങനെയല്ലോ, നിങ്ങൾ ഒരു ആവശ്യമായിട്ട് പറയുകയല്ലേ, പ്രതിപക്ഷ നേതാവ് ഒരു ആവശ്യമായിട്ട് പറയുകയായിരുന്നു ആദ്യം സഖ്യകക്ഷിയും മുഖ്യകക്ഷിയും തമ്മിൽ ഒരു അഭിപ്രായ ഐക്യത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് സർവകക്ഷി എന്ന വിശാല തലത്തിലേക്ക് പോകാം. ആദ്യം സ്വന്തം ചുറ്റുവട്ടത്തെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് വിശാലമായ സമവായത്തിലേക്ക് കടക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ശ്രീകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. എന്റെ വാക്കുകൾ വ്യക്തം തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവിടെ ശ്രീ VD സതീശൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും പറഞ്ഞ് തർക്കിച്ച് അവസാനം സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വഖഫ് ബില്ല് പാസ്സായാലേ പറ്റൂ. ആ അജണ്ടയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ആ കെണിയിൽ വീഴാതിരിക്കാൻ നോക്കുക. ഇത് നിങ്ങളെ ചൂണ്ടിയുള്ള പ്രതികരണമാണ്. ഒരർത്ഥത്തിൽ ഈ പറയുന്ന ലീഗിലെ ഒരു കൂട്ടർ നിങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കുറ്റാരോപണം. ഇത് നിങ്ങളൊരു ആയുധമാക്കുമെന്നത് നിസ്സംശയം എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി അനുകൂലമായൊരു സാഹചര്യം UDFിലെ ഈ ലീഗ് കോൺഗ്രസ് ഭിന്നതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണോ? അങ്ങനെയല്ല വേണുപോയി. ഇതിനകത്ത് നമ്മളൊരു കാര്യം ഇപ്പോൾ കേരളത്തിൽ നടന്ന് മുൻപും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടാവാം, പ്രായോഗികമായി അതിനെ കാണേണ്ട സബ്ജക്റ്റ് ഉണ്ടാവാം, ഒപ്പം തന്നെ അതിനകത്ത് വൈകാരികമായി കാണേണ്ട വിഷയമുണ്ടാകും. മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാഷ്ട്രീയ നേട്ടത്തിനേക്കാൾ ഉപരി ഞാനും വേണുവും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവരുടെ രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തലുകളല്ല പരിശോധിക്കുന്നത്. ഇതിനകത്തൊരു പ്രായോഗികമായിട്ടുള്ള ഇടപെടൽ വേണം. എന്താണ് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ചക്കിയും ചങ്കരനും കളിച്ചിട്ട് കാര്യമില്ല. ഒരു ക്രിസ്തീയ പുരോഹിതൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി പാലക്കാട്ടെ അന്നത്തെ പ്രചാരണം നിർത്തിവെച്ച് മുനമ്പത്തേക്ക് പോയി. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊന്നും പറയല്ലേ? അല്ലല്ല, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ അങ്ങ് ഒരു 2 മിനിറ്റ് തരാൻ എനിക്ക് തരും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നോക്കൂ, ലോഹയിട്ട വർഗീയവാദി എന്ന് ഞങ്ങളല്ല ഒരു ക്രിസ്തീയ പുരോഹിതനെ വിളിച്ചത് എന്ന് അങ്ങ് ഇവിടെ എഴുതി വെക്കണം. ഞാൻ അതിൻ്റെ ചർച്ചയിലേക്ക് വരാം. 12/12/2022 ബഹുമാനായ ശ്രീ KPA മജീദ് ചോദിച്ച സബ്മിഷനും മറുപടി പറഞ്ഞ അബ്ദുൾ റഹ്മാൻ, ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരേ വിഷയമാണ്. ഒരാൾ പറയുന്നത് ഭൂമി ഇന്നതാണ്, എന്തിന് നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുത്തു. മറ്റാൾ പറയല്ല, ടാക്സ് അടയ്ക്കാൻ ഞങ്ങൾ അനുവാദം കൊടുത്ത് മാക്സിമം ടാക്സ് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് ഫിസിക്കൽ ഒരു പ്രവൃത്തി മാത്രമാണ്, ഞങ്ങളത് പ്രായോഗികമായിട്ട് അതല്ലാതെ പറഞ്ഞിട്ടില്ല. അത് രണ്ടുപേരുടെ നയം കറക്റ്റാണ്. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ അകത്ത് ET മുഹമ്മദ് ബഷീറും മുനീറും മറ്റേ ഷാജിയും തമ്മിലൊരു ഗ്രൂപ്പും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പും തമ്മിൽ എന്ത് തർക്കം നടക്കുന്നു എന്നുള്ളതല്ല ഇതിനകത്ത് വിഷയം. മുനമ്പത്ത് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളെ കൃത്യമായിട്ട് അവരുടെ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുന്നുവെന്ന്, അതാണ് പോകുന്നത്. അവിടെ ആൻ്റണിയുണ്ട്, അവിടെ നൈജു ഉണ്ട്, അവിടെ പ്രിൻസി ഉണ്ട്. ഇവരുടെ ആൻ്റണിയുടെ മകളുടെ കല്യാണം മുടങ്ങിയിരിക്കുന്നു. കാരണം ഇവരൊക്കെ ഈ വിഷയങ്ങൾ കുടിയൊഴിപ്പിച്ച് വിടില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റല്ല. അത് വീടുമായി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കുടിയൊഴിപ്പിച്ച് വിടാതിരുന്നുകൊണ്ടായില്ലെന്ന്. അവർ ടാക്സ് അടച്ച് അവരുടെ കാലാകാലമായി അവർ പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയിൽ നിന്ന് അങ്ങനെ അവരുടെ ഒരു ഔദാര്യം ആവശ്യമില്ലെന്ന്. അവിടെ ആന്റണിയുടെ മകളുടെ കല്യാണം വന്ന സമയത്ത് KSFയിൽ ചിട്ടിപിടിക്കാൻ ചെന്നപ്പോൾ കൊളാറ്ററലായിട്ട് ഈ സെക്യൂരിറ്റി കൊണ്ട് എല്ലാം പറഞ്ഞ സമയത്ത് ഇവിടെ ഉടമസ്ഥാവകാശം കൊടുക്കാൻ സാധിക്കുന്നില്ല. പ്രിൻസി എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടിയുടെ പുസ്തകത്തിനകത്ത് അവിടെ ഉടമസ്ഥാവകാശം കൊടുക്കാൻ പറ്റില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് പണിത് കൊടുക്കാൻ 100% നോക്കൂ, 100% സർക്കാരിൻ്റെ ഭാഗത്തും ഇടതുപക്ഷവും വലതുപക്ഷത്തിന് തെറ്റായ നയം അത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത് കൃത്യമായിരിക്കെ ഇവർ രണ്ടുപേരും അതിനകത്ത് കാണിക്കുന്ന ഒരു സൂത്രാഭ്യാസം. എന്താണ് സതീശൻ പറഞ്ഞത് ഇവരൊന്നും അറിയേണ്ടതല്ല വേണുവായി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു സൂത്ര രാഷ്ട്രീയം മനസ്സിലാക്കണം. എന്താ രാഷ്ട്രീയം എന്നറിയോ? ക്രിസ്ത്യൻ സമൂഹത്തെ 100% ക്രിസ്ത്യൻ സമൂഹത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കണമെന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ അജണ്ടയുണ്ട് VD സതീശൻ്റെ വാക്കുകളില്ലേ. നിങ്ങൾ ആ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് ട്വിസ്റ്റ് ചെയ്യണം. അതിനകത്ത് അദ്ദേഹത്തിനകത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇനി ഭാവിയിൽ എന്താണ്ടാവാൻ പോകുന്നത് നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് കാണാം, നമുക്ക് ചർച്ച ചെയ്യാം. ഭാവിയിൽ എന്താ പറയുന്നത് VD സതീശൻ, അത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി മുസ്ലിം ലീഗിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് അവരെന്താണ് പറയുന്നത് അത് രാഷ്ട്രീയ താല്പര്യം നിങ്ങൾക്കില്ലേ? ഈ പറയുന്ന പുരോഹിതരുടെ മുഴുവൻ
സ്ഥലങ്ങളിലേക്ക് കയറി പോവുക, അല്ലല്ലോ ഒരു സെക്കൻഡ്, എന്നിട്ട് വലിയ സന്ദേശങ്ങൾ കൈമാറുക, വലിയ സൗഹാർദ്ദം കൈമാറുക, കേക്ക് കൊടുക്കുക, ഇതൊക്കെ കണ്ടതാണല്ലോ. നിങ്ങൾ കേക്ക് കൊടുത്തു, പക്ഷെ നിങ്ങൾ പറഞ്ഞൊന്നും അവർ കേട്ടില്ല. അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തുടർച്ചയായി കാണിക്കുന്നത്, ലോക്സഭയിലേക്കായാലും ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കായാലും. എന്ന് മാത്രമല്ല ഗോവയിൽ, അല്ലല്ലോ ഒരു സെക്കൻഡ്, ഗോവയിൽ അവിടുത്തെ ഒരു സെക്കൻഡ്, നിങ്ങൾ മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നത്, സാധ്യതയായി ചൂണ്ടിക്കാട്ടുന്ന ഗോവയാണല്ലോ. അവിടെ ക്രിസ്തീയ ഭൂരിപക്ഷമാണ് ഉള്ളത്. ആ വിഭാഗത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയും. ആ തന്ത്രമാണല്ലോ ഇവിടെയും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ, ആ ഭൂരിപക്ഷത്തിലൂടെ ഈ പറയുന്ന ഭരണത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന സാധ്യതയാണ് നിങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. പരമപ്രധാനം, ഇവിടെ നിന്ന് പോയ പി എസ് ശ്രീധരൻപിള്ള ഗോവയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രിസ്തീയ മതപുരോഹിതന്മാരോട് പറഞ്ഞതെന്താണ്? ഇത്രാമത്തെ വർഷം നിങ്ങൾക്ക് ഇത്രയായിരുന്നു ജനസംഖ്യ, ഇത്രാമത്തെ വർഷമായപ്പോൾ അത് കുറഞ്ഞു, അത് ആവൽക്കരമാണ്. മറ്റൊരു കൂട്ടരുടെ ജനസംഖ്യ ഇത്രാമത്തെ വർഷം മുതൽ ഇത്രാമത്തെ വർഷം വരെ ഇത്രയധികം അധികരിച്ചു. ഡെമോഗ്രാഫി മാറും, അതുകൊണ്ട് സൂക്ഷിക്കണം. അവിടെ ഒന്നും രാഷ്ട്രീയമില്ലേ? എൻ്റെ പൊന്നിയേട്ടാ, നിങ്ങൾ ഈ മുനമ്പത്തെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വീട് കടന്നു പോകുന്ന, അവർക്ക് കയറി കിടക്കാനുള്ള സ്ഥലം പോകുന്ന സ്ഥലത്തേക്ക് ഇതിനകത്ത് വലിയ വർഗീയ രാഷ്ട്രീയം കൊണ്ടുവന്ന് നമ്മൾ അതിനകത്ത് ഇഞ്ചക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ വളരെ കൃത്യമാണ് BJPയുടെ നിലപാടെന്താ. ഞങ്ങൾ മുനമ്പം ആളുകളുടെ കൂടെ ഉണ്ടെന്നേ. കാരണം എന്താണെന്നറിയോ, അവിടെ കുടിയിറക്കപ്പെടുന്നത് 100% തെറ്റാണെന്ന്. സർക്കാർ അവിടെ കാണിക്കുന്ന മൗനം, മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനം, UDF എന്ന് പറയപ്പെടുന്നതിൻ്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന ശൈലി, ഇത് മൂന്നും കൃത്യമായിട്ട് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണം എന്ന അജണ്ടയോടുകൂടിയുള്ള ശൈലി തന്നെയാണ്. അവിടെ ശ്രീ റെജു ലൂക്കോസ്, ബഹുമാനായ ശ്രീ ശ്രീകുമാർ എട്ടനോ ഇവരൊന്നും അത് പറയുന്നതിൽ അവർക്ക് ഇപ്പോഴും വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. അവിടെ വഖഫ് ഭൂമിയല്ല, അവർ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ്, അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതൊരു സർക്കാരിനും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരു മുസ്ലിം ലീഗിനും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരു കോൺഗ്രസിനും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവന് കേറിക്കിടക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. പറഞ്ഞാൽ പിന്നെ അവർ ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നിർബന്ധ ബുദ്ധിക്കാരാണ്. ഇതാണല്ലോ അങ്ങയുടെ വാദത്തിന്റെ പിൻബലം. ഇന്ന് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരെ ഇരു നേതാക്കളും കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉല്ലാസ് ബാബു അത് കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാബറി മസ്ജിദ് നിന്ന സ്ഥലം വഖഫ് ഭൂമിയാണ്. ആ കാര്യത്തിൽ ആരും തർക്കമുന്നയിച്ചിട്ടില്ല. ഈ പറയുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നിലപാടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതൊരു വ്യവഹാരത്തിലേക്ക് പോയപ്പോൾ പേഴ്സണൽ ലോ ബോർഡ് അടക്കം ആ വിഷയത്തിലെടുത്തൊരു തീരുമാനമുണ്ട്, ഒരു നിലപാടുണ്ട്. ഇത് വഖഫാണ്, പക്ഷേ അത് മുസ്ലിം നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാകാം. രാജ്യത്തിനൊരു നിയമമുണ്ട്, സുപ്രീം കോടതി അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ്, ആ തീർപ്പ് അംഗീകരിക്കും എന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ, അവരുടെ വിശ്വാസവുമായി നാഭീനാള ബന്ധമുള്ള ഒരു വിഷയത്തിൽ രാജ്യത്തെ നിയമവാഴ്ചയാണ് അന്തിമമായി തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന മതേതരവും നിയമത്തെ ബഹുമാനിക്കുന്നതുമായ നിലപാടെടുത്ത ഒരു സമുദായമാണോ ഈ 4-5 പേർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 600 എന്ന് പറയുന്ന വലിയ സംഖ്യ തന്നെ കുടിയൊഴിപ്പിക്കപ്പെടട്ടെ എന്ന് വളരെ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടെടുക്കും എന്ന് പറയുന്നത്? 100% ശ്രീ വേണു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയവും പറയാം, ഒപ്പം തന്നെ പ്രായോഗികമായ കാര്യം പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഞാൻ ഇന്ന് അങ്ങ് പറഞ്ഞ പത്രസമ്മേളനം ഞാനും കേട്ടതാണെന്ന്, ഞാൻ കൃത്യമായ പത്രസമ്മേളനം കേട്ടത്. ഇതിനകത്ത് വൈകാരികമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളുടെ എല്ലാ ആവശ്യവും ഒരു സമുദായമല്ല മുസ്ലിം ലീഗ് ആയാലും മുസ്ലിം സമുദായം ആയാലും എന്ന് സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞത് വെറും ഒരു വാചകമടിയല്ല. അവർ ബാബറി ചൂണ്ടിക്കാട്ടിയാണെന്ന് പറഞ്ഞത്. അതിനുള്ള മറുപടി ആദ്യം പറയൂ, എന്നിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. ഇതിൽ തന്നെ മറുപടി വേണം. ഞാനൊരു ഇതിൽ തന്നെ കൃത്യമായി മറുപടി പറയാം ശ്രീ വേണുഭായ്. ഈ മുനമ്പം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വഖഫാണ് എന്നിവർ പറയുന്നതിൽ തന്നെ വ്യക്തമാണ്, അവിടെ ഇവരുടെ ഔദാര്യമല്ല അവിടുത്തെ ആളുകൾക്ക് വേണ്ടത്, അത് വഖഫല്ല എന്നുള്ളത് 100% കറക്റ്റാണ്. അതെന്താണ് ഇവർ അംഗീകരിക്കാത്തത്? അവിടെയാണ് നിങ്ങൾ പറയുന്നതിന്റെ നേരെ തിരിച്ച് നിങ്ങൾ ഉൾട്ട ചിന്തിക്കേണ്ടത്. ഇവർ വഖഫാണ് എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിൽ നിയമപരമായ കാര്യങ്ങളുടെ പരിശോധന നടക്കട്ടെ, അതിൽ നിയമപരമായ തീർപ്പ് കൽപ്പിക്കപ്പെടട്ടെ എന്നാണ്. ഏതെങ്കിലും ഒരു മതവിധി ഉണ്ടാകട്ടെ എന്നല്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വഖഫാണ് എന്ന് ലീഗ് ആയാലും മുസ്ലിം സമുദായമായാലും ഒന്നടങ്കം ഒറ്റ നിലപാടെടുത്താലും
അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിയമപരമായ പരിശോധന നടന്നാൽ അതായിരിക്കും അന്തിമ തീർപ്പ് എന്ന്. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു ദുർബലവാദം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഉല്ലാസ് ബാബു? അവിടെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി ഇരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മുനമ്പം എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ വിഷയത്തിനകത്ത് നിയമത്തിൻ്റെ സഹായത്തിലേക്ക് പോകുന്ന സമയത്താണ് അതിനകത്ത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും BJPയുടെ നിലപാടും ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ. നേരത്തെ അങ്ങ് തന്നെ ചോദിച്ചില്ലേ, ഈ ബില്ല് വന്നാലേ അമെൻമെന്റ് ബില്ല് പാസ്സാക്കിയാലേ ഇത് ഗുണം വരുള്ളൂ എന്ന തോന്നലിലേക്ക് എത്തിയതാണോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചു. സർ, ശരിയാണ്, ആ ഒരു നിയമം ഇവിടെ 100% ആവശ്യകതയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളിലേക്ക് ഇവർ കയറി ചെന്ന് അത് വഖഫിന്റെ പേര് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് ഈ നാടിന്റെ മണ്ണിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മറുപടിയിൽ ഈ രാജ്യത്ത് വഖഫ് കയ്യേറ്റം നടന്നിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കുകളൊക്കെ പറഞ്ഞപ്പോൾ 3 സ്ഥലത്ത് എന്ന് മാത്രമാണ് ഈ കിരൺ റിജിജു കേരളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ആന്ധ്രയും തമിഴ്നാടുമാണ് ആ പട്ടികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ആഖ്യാനം വിലപ്പോകില്ല. കേരളത്തിൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഏറ്റവും ചെറിയ തർക്കം നടക്കുന്നത്. നിങ്ങളുടെ മന്ത്രി നിങ്ങൾ ഈ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്ന അതേ പാർലമെന്റ് അംഗത്തിനോട് പറഞ്ഞിരിക്കുകയാണ് 3 കേസേ ഉള്ളൂ കേരളത്തിലെന്ന്. ഞാൻ ഇടവേളയ്ക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സർ, 1400 വർഷം വരാം ഉല്ലാസ് ബാബു, ഞാൻ ഇടവേളയിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താം. മുനമ്പത്തെ ചൊല്ലി ലീഗിൽ കലഹമോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ മുഹമ്മദ് ഹനീഫ, ഇവിടെ ഇപ്പോൾ എൻ ശ്രീകുമാറൊക്കെ ചൂണ്ടിക്കാട്ടിയത് കണ്ടല്ലോ, അതുപോലെ തന്നെ ഉല്ലാസ് ബാബു ഒക്കെ പറയുന്നത് കേട്ടല്ലോ. ഈ കടുംപിടുത്തം അത്തരമൊരു ഭാഷ്യം അത് അവഗണിക്കപ്പെടുന്നു ലീഗിനകത്ത് എന്ന ഒരു ധ്വനി ഉണ്ടായാൽ പോലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തങ്ങൾ വിലക്കിയാലും ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ആ സമുദായ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ആ സമുദായത്തിന് മേൽ കുത്തിവെച്ചാൽ ആപൽക്കരമാണത്. ആ ജാഗ്രത എന്തുകൊണ്ട് കാട്ടുന്നില്ല? അല്ല, അതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അത് നിയമപരമായി ഡോക്യുമെൻ്റ് അനുസരിച്ച്, കോടതി വിധി അനുസരിച്ച്, നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തലനുസരിച്ച്, ഈ 61 പി ടി ചാക്കോയുടെ പ്രസ്താവന അടക്കം ഇത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. അതിപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ബിഷപ്പുമാരും അത് വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ കാര്യത്തിലാണ് നേരത്തെ താങ്കൾ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ VD സതീശൻ്റെ പ്രസ്താവന വരുന്നത് ഇത് വഖഫ് ഭൂമിയല്ല. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. അതുവരെ മുസ്ലിം ലീഗിൽ നിന്ന് ഭിന്നമായ സ്വരം ആരും ഉയർത്തിയിട്ടില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ മുഹമ്മദ് ഹനീഫ, ഇപ്പോൾ സതീശനെ പറ്റി അങ്ങ് പറയും. ഞാൻ നേരത്തെ അങ്ങേക്ക് അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, മറ്റതിലേക്ക് പോയതിനു ശേഷം ചോദിക്കാമെന്ന് കരുതിയതാണ്. ഇപ്പോൾ സതീശൻ അങ്ങനെ പറയുന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങ് എന്ത് നിലപാടെടുക്കും? തീർച്ചയായും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് നിലപാടെടുക്കും? തീർച്ചയായും തെറ്റാണ്, എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ശരിയെന്നൊരാൾ നിർബന്ധബുദ്ധിയോടെ നിന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു ഹൈപ്പോത്തറ്റിക്കലായ ചോദ്യം അല്ല, ഹൈപ്പോത്തറ്റിക്കൽ അല്ല. ഞാൻ ഈ വെർബാറ്റം പറയാം. സമസ്ത പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണമാണ്. സമസ്ത പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആധാരവും കാര്യങ്ങളുമൊക്കെ പഠിച്ചതിന് ശേഷം സമസ്ത പറയും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വഖഫ് എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട പിന്നീട് എഴുതപ്പെടുന്ന അതിൻ്റെ നിബന്ധനകളോടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. ഈ മുനമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങേക്കറിയാമല്ലോ. അതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പിന്നീട് എഴുതപ്പെടുന്ന അതിൻ്റെ നിബന്ധനകളോടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. വഖഫ് സാധൂകരിക്കപ്പെടുമോ സാധൂകരിക്കപ്പെടില്ലേ, അല്ലെങ്കിൽ വഖഫിൽ അയാൾ പറഞ്ഞ നിബന്ധനകൾ പരിഗണിക്കണോ പരിഗണിക്കേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി പഠിക്കണമെന്ന് പറയുന്നത് അതൊരു മതവിധിയായതുകൊണ്ടാണ്. ഇത് അങ്ങയുടെ ബോധ്യത്തിൽ തീർപ്പാണോ? അവസാനം പറഞ്ഞ വാക്കാണ് അത്, മതവിധിയാണ് എന്ന ജാഗ്രത അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള സൂക്ഷ്മതയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? അല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയുണ്ടായി, ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിനെ പറ്റിയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള വിഭാഗക്കാർ ചിലപ്പോൾ അതിന്റെ ആധാരം പഠിച്ചിട്ടുണ്ടാകും, ഞങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പുറത്തുള്ളവരല്ല. വളരെ സിമ്പിളാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ ഒരു മതസംഘടനയുടെ ആത്മീയ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയുന്ന അനുനയത്തിന്റെ ഭാഷയാണത്. അത് മാത്രമല്ല ഒരു മതവിധിയാണത്. മതവിധി പറയുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ജാഗ്രതയുണ്ട്. വളരെ ഞാൻ ബാക്കി പറയാം. മതപരമായി ചില കാഴ്ചപ്പാടുകളും
ചില വിധികളും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ പറയും. പക്ഷെ നിയമമുണ്ടാകുമ്പോൾ ആ നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. അതാണ് അല്ലല്ല, കേൾക്കൂ. അല്ലല്ല, അത് തന്നെയാണ് അങ്ങനെയെങ്കിൽ സതീശനും പറഞ്ഞത്. ഞാൻ അങ്ങയോട് പറഞ്ഞൊരു കാര്യം, ഒരു സെക്കൻഡ്, ഒരു കാര്യം അങ്ങ് സമ്മതിക്കണം. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞിട്ടില്ല മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന്. ശരിയാണോ അല്ലയോ? അങ്ങനെ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അത്രയും കേട്ടാ മതി. അപ്പൊ ബലം കുറച്ച് വിടാം. ഈറ്റിക്ക് ബലം കുറച്ച് വിടാം. ഈറ്റിക്ക് ബലം കുറച്ച് വിടാം. ഷാജിക്ക് ഈ ആളുകളെ ആവേശഭരിതരാക്കിക്കൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സാഹസ ബുദ്ധി കുറച്ച് കുറയ്ക്കാം. അല്ലല്ല, അങ്ങനെയെങ്കിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് ഈ കാര്യത്തിൽ വിവരമില്ല എന്ന് ഈറ്റിയും അതുപോലെ തന്നെ ഷാജിയും പറയുന്നതിന് തുല്യമാണ്. അങ്ങനെയല്ല. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ നിലപാട്, മുസ്ലിം സംഘടനകളുടെ നിലപാട് ഇതിൽ വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അത് ഒരു പൊതുസമൂഹത്തോട് പറയുമ്പോൾ സ്വീകരിക്കുന്ന ജാഗ്രത, സൂക്ഷ്മതയാണ്. അത് തീർച്ചയായും ഞാൻ പറയട്ടെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാക്കുകളുടെ ഒരർത്ഥമേ നമ്മൾ രണ്ടുപേരും ഒരേ രൂപത്തിൽ അതിലെ അർത്ഥം എടുക്കാൻ കഴിയും. തീർച്ചയായും. അല്ലാതെ എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ജാഗ്രത കാണിക്കുന്നു, അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഒരു പരിധി കടന്ന് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എടുക്കാം. ആ ലൈൻ ഇല്ല. ശരി, ഞാൻ അത് അംഗീകരിക്കുന്നു. താങ്കളുടെ നിലപാട് അംഗീകരിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഇതിന്റെ തുടക്കം എവിടെയാണ്? ഈ വിവാദം ഇപ്പോൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെ തുടങ്ങുമ്പോഴാണ്? അത് വഖഫ് ഭൂമിയല്ല എന്ന ഖണ്ഡിതമായ ഒരു തീർപ്പ്, ഒരു വിധി വി ഡി സതീശനെ പോലെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗ് വി ഡി സതീശൻ സ്വന്തം നിലയ്ക്ക് വിധി പ്രഖ്യാപിച്ചതല്ലോ. വി ഡി സതീശൻ അതിന് ആധാരമാക്കുന്ന 2 ഹൈക്കോടതി വിധികളുണ്ടല്ലോ. ഹൈക്കോടതി വിധി എന്താണ്? സതീശൻ പറയുകയാണ് 2 ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് നിയമപരമായി അദ്ദേഹത്തിന്റെ ബോധ്യം മാത്രമാണ്. ഹൈക്കോടതി വിധി എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് അത് പൊള്ളത്തരം മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നുണ്ടോ? അതോ ഞാൻ എന്റെ പോയിന്റ് ഒരാൾക്ക് എന്ത് വേണമെങ്കിലും വിമർശിച്ച് വിധിയുടെ പൊള്ളത്തരല്ല, വിധി ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പൊള്ളത്തരാണ് ഞാൻ സൂചിപ്പിച്ചത്, വിധിയുടെ പൊള്ളത്തരല്ല. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്നെ പൂർത്തിയാക്കാൻ. എന്റെ ചോദ്യം ഇതാണ്, അങ്ങ് തുടക്കം തൊട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ സതീശനെടുത്ത നിലപാടിലെ കുഴപ്പമാണ്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് അസന്നിഗ്ധമായി ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഞങ്ങൾ ആധാരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഒരു സ്വതന്ത്രമായ നിലപാടാണ്, ഒരു അനുനയത്തിന്റെ ഭാഷയല്ലേ. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് സാറേ, അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് സാറേ, ഇത് മുനമ്പം എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അന്തിമമായി പറഞ്ഞിട്ടില്ല. എന്നെ 2 നിമിഷം സംസാരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ താങ്കളുടെ എല്ലാ ചോദ്യത്തിനും ഞാൻ ഒരൊറ്റ നിരയിൽ എൻ്റെ നിലപാട് ഉത്തരം പറയാം. ശരി. ഇതിൽ നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാട് സമവായത്തിന്റെ നിലപാടാണ് എന്ന് താങ്കൾ സൂചിപ്പിച്ചതിന് ഞാൻ അംഗീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ അത്തരത്തിലൊരു സമവായത്തിൻ്റെ നിലപാട്, അനുനയത്തിൻ്റെ നിലപാട് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, ഇതേ അനുനയം തന്നെയാണ് തങ്ങളും എടുക്കുന്നത്, ഇതേ അനുനയം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും എടുക്കുന്നത്. അവരുടെ മാർക്ക് കുറയ്ക്കുന്നത് ദയവായി എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞ കാര്യം വി ഡി സതീശൻ ആരംഭിച്ച ഒരു ചോദ്യമാണിത്. വി ഡി സതീശൻ ഇപ്പോൾ 2ാം ഘട്ടത്തിൽ, ഈ മുനമ്പ വിഷയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിൽ നിന്നാണ് ഒരു പുതിയ പ്രശ്നത്തോട് ആരംഭിക്കുന്നത്. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് KM ഷാജിയും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് PT മുഹമ്മദ് ബഷീർ രംഗത്ത് വരുന്നത്. അതേസമയം ഇത് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ല, ഒരാളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്ന ജിഫ്രി മുത്തുക്കോയ മുഹമ്മദ് ഖനീഫ വീണ്ടും ഇതിന്റെ മുഴുവൻ പഴിയും വി ഡി സതീശന്റെ മേൽ വെക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇന്നത്തെ പ്രതികരണത്തോടെ ഈ കടുംപിടുത്തത്തിന് ഒരു തരത്തിലുള്ള സമുദായത്തിന്റെ നേതൃത്വത്തിന്റെ പിന്തുണയില്ല. ഈ കാര്യത്തിൽ ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഏതാനും നേതാക്കൾ നടത്തിയിരിക്കുന്നതെന്നത് സുവ്യക്തമല്ലേ? ഞാൻ ചോദിക്കുന്നത്, ജിഫ്രി തങ്ങൾ വെറുതെയല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്, തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും ഇരുത്തിക്കൊണ്ടാണ്. അത് ഈറ്റി കാണണം, അത് ഷാജി കാണണം, അത് മജീദ് കാണണം, അത് മുനീർ കാണണം. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ പറയുന്ന 4 നേതാക്കൾക്കൊപ്പമല്ല, ഈ UDF വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ നിലപാടെടുത്തുവെന്ന് സതീശൻ പറയുന്ന തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പമല്ലേ? നോക്കൂ വേണു, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വി ഡി സതീശൻ വ്യക്തമായിട്ട് നിങ്ങളോട് നാളെ അക്കാര്യം വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണ് അങ്ങനെ ഉള്ള ഈ പ്രസ്താവനയുള്ള തെറ്റിദ്ധാരണ, ഇപ്പൊ ഹനീഫ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ നാളെ അദ്ദേഹത്തിന്റെ വിശദമായ പത്രസമ്മേളനം നടത്തി വിവരിക്കും. ഞാൻ പറയുന്നത്, ഈ ഭൂമി വഖഫാണോ അതോ ഗിഫ്റ്റ് ഡീഡാണോ എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിലെ ചില പ്രമുഖർക്കിടയിൽ സംശയം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ചർച്ചകൾ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. അത് അത്രയും വ്യക്തത ഇല്ലാത്തതുകൊണ്ട് കോടതി വിധികളെ തർക്കങ്ങള് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് പല അഭിപ്രായങ്ങൾ വരുന്നത്.
ഞാൻ UDF യോഗം ചേരണമെന്ന് പറഞ്ഞത് ഒരു കക്ഷിയിലെ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ കക്ഷികളെ എല്ലാം കൂടി ചേർന്ന് ഒരു യോഗം ചേർന്ന് ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന് നയം ഉണ്ടാകും. അതാണ് രണ്ട് സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുന്ന കേന്ദ്രങ്ങളുമുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉല്ലാസ് ബാബുയുടെ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിച്ചത് അതിൽ കുറേയൊക്കെ സത്യവുമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം സത്യമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. എന്താണത്? നിങ്ങളെ കൈവിട്ടുപോയൊരു വിഭാഗമാണ് ക്രിസ്തീയ വിഭാഗം. ഇപ്പോൾ ഈ ജോസ് കെ മാണിക്ക് അപ്പുറത്ത് പോയതിൻ്റെ ഒരു ഗ്ലാനി ആ മുന്നണിക്കുണ്ട്. നിങ്ങളുടെ വിജയത്തെ അത് ബാധിച്ചിട്ടുമുണ്ട്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് തുടർച്ചയായി തോറ്റിക്കുന്നത്, ചെറിയ തോൽവിയല്ല അത്. അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ ആ വിഭാഗത്തിൻ്റെ പിന്തുണ കൂടിയേ പറ്റൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ VD സതീശൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. അങ്ങനെ ആ വിഭാഗത്തെ കൂടുതൽ അടുപ്പിച്ച് നിർത്താൻ നോക്കുന്നു. ഇപ്പോൾ വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ എന്താണ്? KPCC അധ്യക്ഷനെ മാറ്റാൻ പോകുന്നു, റോജി M. ജോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ PCC അധ്യക്ഷനാക്കാൻ പോകുന്നു. എന്തിന്? സഭയുമായുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ. ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ET കണ്ടുപൊട്ടലല്ലോ, ഇത് കാണുന്നുണ്ടാകും. അപ്പോൾ ഒരു ദുഷിച്ച താല്പര്യം സതീശന്റെ നീക്കത്തിലുണ്ടോ എന്ന് സംശയിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഒരു പാർട്ടി നേതാവ് നിലയിൽ ET എടുക്കുന്നുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം, ഇത് മുന്നണിക്ക് പുറത്തുള്ള ഒരു വിഭാഗവുമായി സതീശൻ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ സാഹചര്യമുണ്ടോ എന്ന വിഷയമാണെങ്കിൽ രണ്ടാമത്തേത് ആ സമുദായത്തെ ബാധിക്കുന്നതാണ്. ETയെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് മുനമ്പത്തിൽ ഇത്തരം സമ്മർദ്ദങ്ങളും സൗഹാർദ്ദം വേണമെന്നൊക്കെയുള്ള നിലപാടുമൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ, കേരളത്തിൽ ധാരാളം വഖഫ് ഭൂമികളുണ്ട്, അവിടെ പലയിടങ്ങളിലും കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടാകും, ആ കാര്യങ്ങളിലെല്ലാം ഒരു അനാവശ്യമായ ക്ലെയിം ഉണ്ടാകും, ഇതൊരു പ്രീസിഡന്റ് ആകും. അപ്പോൾ മുനമ്പത്തിന്റെ വിട്ടുവീഴ്ച വലിയ വില നാളെ സമുദായത്തിന് കൊടുക്കേണ്ട സ്ഥിതി ആ സമുദായത്തെ കൊണ്ടെത്തിക്കും. ഈ 2 ജാഗ്രതപ്പെടുത്തലുകൾ ETയുടെ നിലപാടിലില്ല എന്ന് കരുതാൻ കഴിയുമോ? വേണു വെറുതെ കാട് കയറിയിട്ട് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കണ്ട. വേണുവിന്റെ ചർച്ചകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. വേണു ആ സൂത്രപ്പണി എന്തായാലും ഇവിടെ വേണ്ട. അതായത് ഇവിടെ 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഒന്നെന്താണ്? വഖഫ് ഭൂമി സംബന്ധിച്ചുള്ള തർക്കം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ കരം അടയ്ക്കാൻ പറ്റാത്തതുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഗവൺമെന്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. കർണാടകത്തിൽ ഇതുപോലൊരു പ്രശ്നം വന്നപ്പോഴേ അവിടെ പ്രത്യേക നിയമം ഉണ്ടാക്കി ഗവൺമെന്റ്. അങ്ങനെ വേണമെങ്കിൽ കേരളത്തിൽ ചെയ്യാമല്ലോ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോ തർക്കമാണ്, നമ്മുടെ തർക്ക വിഷയമാണ് വഖഫിനെ സംബന്ധിച്ചുള്ളത്. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ 2 അഭിപ്രായം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ജനയോഗത്തിന്റെ ശ്രീകുമാർ അങ്ങ് ചൂണ്ടിക്കാണിയ സിദ്ധരാമയ്യയുടെ നിലപാടെന്ന് പറയുന്നത് ആ കൃഷിഭൂമി വഖഫ് അല്ല എന്ന് പറഞ്ഞുള്ള നിലപാടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഗവൺമെന്റ് ചെലുക്കാവുന്ന ചില നടപടികളുണ്ടല്ലോ. ഗവൺമെന്റ് എന്തിനാ ഈ നയം ഇല്ലാത്തത് ഒരു നയമാക്കിയിട്ട് എന്തിനാ ഗവൺമെന്റ് കൊണ്ടു നടക്കുന്നത്? വ്യക്തമായ നയം LDF യോഗം ചേർന്ന് പറയട്ടുണ്ട്. CPM വ്യത്യസ്ത അഭിപ്രായം പറയാതെ വ്യക്തമായി പറയട്ടെ. ഞാൻ പറയുന്നത് നമ്മളോട് ചർച്ച ചെയ്യുന്ന വിഷയത്തില് വേണു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ക്രൈസ്തവ വിഭാഗം ഇവിടെ കോൺഗ്രസിന്റെ ഒപ്പം മാറി നിന്നു വേണു പറയുന്നത്. 18 ലോക്സഭാ മണ്ഡലത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചത് എങ്ങനെയാ? അപ്പം BJP പോലെ തൃശ്ശൂരോ? ശരിയാണ്, തൃശ്ശൂർ തോറ്റുപോയി. അതൊരു നടനം എന്ന നിലയ്ക്കാണ്. അത് കൃത്യമായിട്ട് സത്യമായിട്ട് BJP ഇട്ടപ്പോ അദ്ദേഹം സത്യം പറഞ്ഞല്ലോ. പിന്നെ എവിടെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റത്? എവിടാ? പാലക്കാട് ജയിച്ചത് എത്ര വോട്ടിനാ? ഭൂരിപക്ഷത്തിനാ? 3000-ൽ നിന്ന് 18,000 ആയതാണോ കുറഞ്ഞത്? ഇതേപോട്ടെ ചേലക്കര 39,000-ൽ നിന്ന് 12,000-ആയിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അങ്ങ് ഉദാഹരിച്ച ലോക്സഭയും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളുമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിലനിർത്തിയിരുന്നവയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും പിടിച്ചിട്ടുള്ളത്. പുതിയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ലോക്സഭയുടെ കണക്കെടുത്താൽ 1 കുറയുകയാണ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്, കൂടുകയല്ല. ഞാൻ ഇടപെടുകയാണ്, സമയം കുറവുള്ളതുകൊണ്ട് മറ്റ് 2 അതിഥികളിലേക്ക് ഞാൻ തീരെ കുറച്ചാണ് പോയിരിക്കുന്നതുകൊണ്ട് സഹകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ശ്രീ N. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയത് ജനയുഗത്തിന്റെ വിമർശനം. അതെ, രണ്ടുപേരിലേക്കും വരാം, ഉല്ലാസിലേക്കും വരാം. ശ്രീ റെജി ലൂക്കോസ്, ഈ ജനയുഗത്തിന്റെ വിമർശനം, നയമില്ലായ്മ ഒരു നയമായി എടുക്കൽ, നീട്ടി ഇത് സംഘപരിവാറിന്റെ കാൽക്കൽ തളികയിൽ എടുത്തു വെച്ച് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കൽ, ഇതാണോ നിങ്ങളുടെ ദുരുദ്ദേശം? അല്ല, അത് ശ്രീകുമാർ സാറിൻ്റെ ഗതികേട് കൊണ്ട് പറഞ്ഞ. കാരണം കേരളത്തിലെ ജനങ്ങൾ, മുൻപത്തെ ജനങ്ങൾ മണ്ടന്മാരല്ല. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അതായത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് 2 വള്ളത്തിൽ കാല് കുത്തുന്ന അനുഭവം 3 ദിവസം മുമ്പുണ്ടായി. അതായത് അവിടുത്തെ ജനരോഷം ആളിക്കത്തിയപ്പോൾ കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും എറണാകുളത്തെ MP-ക്കെതിരെ ആളിക്കത്തിയപ്പോൾ 3 MLA-മാരെ എറണാകുളം MP-യെ സഹിതം ഈ പ്രതിപക്ഷ കൂട്ടിക്കൊണ്ട് മുനമ്പ് സമര സമിതിയുടെ വേദിയിലെത്തി അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ വഖഫ് എന്നൊരു വാക്കുപയോഗിച്ചില്ല.
ആ സമരസമിതിയിലെ 3 പേര് ചോദിച്ചു വഖഫിൻ്റെതാണോ വഖഫിൻ്റെതാണോ ഈ ഭൂമി എന്ന് ചോദിച്ചിട്ട് ആ വാക്കിന് ഒരു മറുപടി പറയാതെ കണ്ട് വി ഡി സതീശൻ MLA അവിടുന്ന് തിടുക്കത്തിൽ പോവുകയായത് ഇപ്പോൾ പറയുന്നു വഖഫിൻ്റെ അല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ കക്ഷികൾ ആർക്കൊപ്പമാണ്? ഈ നിയമം ലോക്സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയ ഈ പ്രതിപക്ഷത്തിന്റെ മുഖ്യകക്ഷിയെ കോൺഗ്രസ്സുകാർ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെയും മുൻപങ്കാരെയും വഞ്ചിക്കുകയല്ല ചെയ്തത്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇത് അവിടുത്തെ സമരസമിതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവിടുത്തെ 2 പുരോഹിതർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ ഒറ്റ വാചകോടെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഈ നടപടി ഒരുപാട് നിയമപരിമിതി ഉണ്ടെങ്കിലും ഗവൺമെന്റ് ഞങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് സർക്കാർ ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു, ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ഞങ്ങൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു പറഞ്ഞപ്പോഴാണ് ഈ BJP അവരുടെ കേന്ദ്ര നേതാക്കന്മാരെ അവിടെ ഇറക്കിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കാനായിട്ടുള്ള കുൽശ്രമ ശ്രമം നടത്തുന്നത്. ശരി, 90 ദിവസം കൊണ്ട് പരിഹരിക്കുന്നതാണല്ലോ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ എടുത്ത നിലപാട്. 90 ദിവസം കൊണ്ടൊന്ന് പൂർത്തിയാക്കി കാണിക്കൂ. 90 ദിവസം കൊണ്ടൊന്ന് പൂർത്തിയാക്കി കാണിക്കൂ. അവസാനമായി ശ്രീ ഉല്ലാസ് ബാബു, കാസ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകും. കാസ എന്താ പറഞ്ഞത്? ഈ വഖഫിന്റെ വിഷയത്തിലടക്കം സംസ്ഥാനത്തെ നിയമസഭ എപ്പോഴും ഏകകണ്ഠമായി പ്രമേയങ്ങൾ പാസാക്കുന്നു. ഒരു എതിർ ശബ്ദമെങ്കിലും ഇനി മുതൽ ആ നിയമസഭയിൽ മുഴങ്ങണം. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് കാസ ആവശ്യപ്പെട്ടതെന്ന് അറിയാമല്ലോ. ജനമെടുത്ത് ഈ പറയുന്ന ചവറ്റുകുട്ടയിലെറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും ആളുകൾ കുടിയിറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥി അടക്കം ആ സ്ഥലത്ത് പോയ നിങ്ങൾ പങ്കുവെച്ച വേദന ഒരു കപട നാടകമാണ് എന്ന് വോട്ടർമാർ നിങ്ങൾക്ക് മറുപടി നൽകിയതാണ്. ആ പാലക്കാട് അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കും പാഠം പഠിക്കാനില്ല എന്നുണ്ടോ? അങ്ങയുടെ വാക്കുകളുടെ ചർച്ച അവസാനിപ്പിക്കാം. അല്ല ഞാൻ ഒറ്റ മിനിറ്റ് എനിക്ക് എൻ്റെ ഫ്ലോ പോകാതിരിക്കണം. 1995 4.5 ലക്ഷം ഏക്കറാണ് ഈ വഖഫിൽ. 2006 6 ലക്ഷം ഏക്കറ, ഇപ്പോൾ 2024 9 ലക്ഷം ഏക്കറ. ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഒരു ബോണു. ഞാൻ പാലക്കാട് സ്ഥാനാർത്ഥി തങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ, ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കയറിക്കിടക്കാനുള്ള കിടപ്പാടം എന്ന് പറയപ്പെടുന്നത് മുസ്ലിം ലീഗിന്, കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റുമായിട്ട് ഔദാര്യമില്ലെന്ന്. വഖഫ് നിയമത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് ഇതൊരു പൊളിറ്റിക്കൽ ടൂളല്ല, ഇതൊരു ഇലക്ഷൻ ടൂളും അല്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുത്തരിക്കണ്ടം മൈതാനത്തിൽ 15 കൊല്ലം അല്ലെങ്കിൽ 10-15 ദിവസം നിസ്കരിച്ചാലേ അത് ഞാൻ നാളെ വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് കേരളത്തിനകത്ത്. ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ് ഒരു സാധാരണക്കാരന് കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കുന്ന സമയത്ത് ട്രിബ്യൂണലിൽ പോയിട്ട് ഇതിന് ഓച്ചാനിച്ച് കിടന്ന് ആ നടപാട് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പാകിസ്ഥാൻ വിഭജനം ചർച്ച ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇങ്ങോട്ട് വന്നവരുടെയും ഇവിടുന്ന് അങ്ങോട്ട് പോയവരുടെയും ആ ഭൂമികൾ 2 സർക്കാരുകൾ എങ്ങനെ വെച്ചു എന്നും അതിനുശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഓരോ നിലപാടുകളും ആ നെഹ്റു മുതൽ കാലഘട്ടം ഇങ്ങോട്ട് വരെ നമ്മൾ ചർച്ച ചെയ്യാൻ മീഡിയ വൺ തയ്യാറാണ്. ഞാൻ ചർച്ച ചെയ്യാം. ഇവർക്ക് തൊള്ളേ തോന്നിയോണം ഇവരുടെ ഔദാര്യമാണ് ഈ മുനമ്പത്തെ സാധാരണക്കാരെ കയറി കിടക്കാനുള്ള അവകാശം എന്ന് ഇവർ പറഞ്ഞാൽ പോയി പണി നോക്കാനായിട്ട് ഞങ്ങൾക്ക് കൃത്യമായി പറയാം. ഞങ്ങൾക്ക് ആരുടെയും പ്രശ്നമില്ല. നിങ്ങൾ ഞങ്ങൾ വർഗീയവാദികളെന്ന് വിളിച്ചോ, ഒരു പ്രശ്നം ഞങ്ങൾക്കില്ലെന്ന്. ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു വിഷയമില്ലെന്ന്. മുന്നമ്പത്ത് ഒരൊറ്റ ആളെ പുറത്തേക്ക് ഇറക്കാൻ അവിടുത്തെ കിടപ്പാടം മാറി ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാവില്ല. ഞങ്ങൾ ഇവിടെ മുസ്ലിം ലീഗ് അല്ല, തങ്ങളല്ല, ആര് പറഞ്ഞാലും വിഷയമില്ലെന്ന്. നിങ്ങളുടെ ഭരണകൂടമല്ലേ? നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഈ മണിപ്പൂരും പറഞ്ഞ് കൊഞ്ഞനും കുട്ടിയോടെ എത്ര കാലം നിങ്ങളൊന്നും മിണ്ടാണ്ട് പോയ നിങ്ങളെ മുനമ്പത്തെ കാര്യം ആ അബ്ദുറഹ്മാനോട് പോയിട്ട് പറ. അബ്ദുറഹ്മാനോട് പോയിട്ട് പറ. അബ്ദുറഹ്മാനോട് പോയിട്ട് പറ. നിലപാടുള്ള നട്ടലുള്ളൊരുത്തരായിട്ട് കാര്യം പരിഹരിക്കാൻ പറ. അബ്ദുറഹ്മാനോട് പോയിട്ട് പറ. നിലപാടും നട്ടലും ആളത്തുമുള്ളൊരുത്തരായിട്ട് കാര്യം പരിഹരിക്കാൻ പറ. രാഷ്ട്രീയമായിട്ട് കൊണ്ടുപോയിട്ട് ഇതിന് സാമുദായിക ഗുണം നേടുന്നതിന് വേണ്ടിയുള്ള അഭ്യാസം കളിക്കാണ്ട് സമൂഹത്തിനകത്ത് ഗുണകരമായ പ്രവർത്തനം നടത്താൻ സ്വന്തം സർക്കാരിനോട് പറയാനുള്ള മാന്യത റേറ്റേട്ട കാണിച്ച് മണിപ്പൂര് കുറെ നാളായി അങ്ങോട്ട് നോക്കി കൊഞ്ഞനെ കുത്തി തുടങ്ങിയിട്ട് നിങ്ങൾ ഈ മുനമ്പത്തെ കാര്യം പരിഹരിക്കാൻ ആദ്യം പ്രാപ്തി കാണിക്കുക. എന്നിട്ടും കൊണ്ട് അപ്പുറത്തെ നാട്ടിലേക്ക് പോവാം. സ്വന്തം നാട് കത്തുമ്പോ അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ നാട്ടിലേക്ക് പോയി. ശരി ഞാൻ ഇടപെടുകയാണ്. ശ്രീ മുഹമ്മദ് അനീഫയ്ക്ക് 30 സെക്കൻഡ്. ശരി രണ്ടുപേരും ഒന്ന് സഹകരിക്കണം. അവസാനമായി ശ്രീ മുഹമ്മദ് അനീഫ, ഞാൻ പലവട്ടം അങ്ങേ തടസ്സപ്പെടുത്തിയെന്ന് അങ്ങേക്ക് പരിഭവങ്ങളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. 30 സെക്കൻഡിൽ പറഞ്ഞു തീരുന്ന കാര്യങ്ങളെ അല്ല പറയാനുള്ളത്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഇപ്പോൾ ഇവിടെ ഉല്ലാസ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി ആരെങ്കിലും 4 ദിവസമോ 40 ദിവസമോ നിസ്കരിച്ചാൽ ആവുന്നതല്ല വഖഫ് ഭൂമി സ്വന്തം ഇഷ്ടപ്രകാരം സ്വത്ത് അതിൻ്റെ ഉടമ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ വില്ലനുസരിച്ച് എഴുതി വെക്കുന്നതാണ് വഖഫ് ഭൂമി. അങ്ങനെ ആർക്കെങ്കിലും നിസ്കരിച്ച് നേടാൻ കഴിയുന്നതാണെങ്കിൽ അല്ല, അതിനൊക്കെ വഖഫ് എന്താണെന്നുള്ള പഠിക്കാത്തതുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഉല്ലാസ്
കണക്കുകളൊക്കെ പറയുകയുണ്ടായി. എല്ലാ കണക്കുകളും തെറ്റാണ്. കണക്കുകളൊക്കെ അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്, ഒരുപാട് വിധികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചുള്ള ചർച്ചകൾ വേറെ നടത്താം. നിങ്ങളെടുത്തോ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ശരി ശരി അല്ലല്ല ഉല്ലാസ് ബാബു അതൊക്കെ വായിച്ചതിനെ ഇടപെടുകയാണ്. മാത്രമല്ല നമ്മുടെ ചർച്ചയുടെ സമയവും കഴിയുകയാണ്. എന്തായാലും തങ്ങൾ തന്നെ ഇപ്പോൾ ലീഗിലെ നേതാക്കൾക്ക് വിലക്ക് നൽകിയിരിക്കുകയാണ് പരസ്യ പ്രതികരണം തടഞ്ഞുകൊണ്ട്. ET ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നിശബ്ദത പാലിച്ചേക്കാം. പക്ഷേ ET എന്താണോ പറഞ്ഞത് അത് കനലായി നീറിക്കിടക്കും. ആ കനൽ കെടുത്തേണ്ട ഉത്തരവാദിത്തം സതീശനടക്കമുള്ള UDF നേതൃത്വം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ എഡിഷൻ അവസാനിക്കുന്നു.